നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് നേരെ മറിച്ചായി. എന്ത് നല്ല കാര്യം മനസ്സിൽ വിചാരിച്ചാലും അതിനെതിരെ നടക്കാറുള്ളൂ. താൻ സങ്കടപ്പെടണ്ട, അത് കഴിയല്ല. സൂര്യ, നിങ്ങൾ ഇറങ്ങിയപ്പോ മുതല് നന്ദിനിയെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ചിന്തയിലാ ബാക്കിയുള്ളവര്. ഈ പ്രശ്നത്തില് നന്ദിനി ആരും ഒറ്റപ്പെടുത്തില്ല. അതിനെക്കുറിച്ച് അച്ഛൻ പേടിക്കാൻ വേണ്ട. അച്ഛാ, എനിക്ക് ബലമായ സംശയമുണ്ട്. മിത്ര തന്നെയാണ് ഇതിന് പിന്നിൽ. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, തെളിയിക്കാൻ പറ്റണ്ടേ? ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ എന്നെ പുറത്താക്കി. പക്ഷേ അവള് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ, ഞാൻ ചോദിച്ചോളാം. അപ്പോ സൂര്യ, ഇപ്പൊ ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ബാധിക്കുന്നത് നിന്നെയല്ല, നന്ദിനിയെ നേരിട്ടാ. അവളാണെങ്കിൽ ആകെ പതറി നിൽക്കുക. ഈ നേരത്ത് അവൾക്ക് ആശ്വാസം കൊടുക്കുന്ന എന്തെങ്കിലും ചെയ്യാ വേണ്ടത്. നീ കൂടെ തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസം അവൾക്ക് വേണം. എന്തു വന്നാലും നീ കൈവിടില്ല എന്നുള്ള ബോധ്യം അവൾക്കുണ്ടാവണം. മനസ്സിലായോ? മനസ്സിലാച്ച. നമ്മൾ വെച്ച് നീട്ടിയതൊക്കെ അച്ഛനും മോളും അഭിമാനബോധം കൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഒരർത്ഥത്തിൽ അവള് പറഞ്ഞത് ശരിയാ. നന്മയ്ക്കിപ്പോ കൂലിയില്ല, കരച്ചില് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാച്ച, എന്തെങ്കിലും ഒരു തെളിവ് ഇതിന്റെ പുറത്തുണ്ടാവും. പിന്നെ ഹെൽത്തുകാരുടെ നടപടിയല്ലേ, അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്ദിനിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഇങ്ങനൊരു അവസരം വീണ് കിട്ടിയതില് അവരെല്ലാരും കൂടി അവളെ ദ്രോഹിച്ചു കൊല്ലും. സൂര്യ ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും. എന്തായാലും നന്ദിനെ ഒറ്റപ്പെടുത്താൻ അവൻ സമ്മതിക്കില്ല. ആരോ വന്നിട്ടുണ്ടല്ലോ, വാ നോക്കാം. ആരാ? അതെ, എന്നാ കാശ് വാങ്ങിച്ച പെണ്ണില്ലേ നന്ദിനി, അവളെയും കൂട്ടി അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വരാൻ ഗുണ പറഞ്ഞിട്ടുണ്ട്. ഗുണയെന്ന് പറയുമ്പോ ഗുണശേഖരനാണോ? അത് തന്നെ, ഇവക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഞങ്ങളോട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് എത്തണമെന്നാ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തരുത്. വന്നാ പ്രശ്നമാ. വാടാ. ആർത്തി, നന്ദിനിക്ക് നിങ്ങൾ പണം വാങ്ങിച്ചത് ഈ ഗുണശേഖരന്റെ അടുത്ത് നിന്നാണോ? അത് അയാള് പണം കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞങ്ങള് വാങ്ങിച്ചേ. ഇപ്പൊ ഇടപാട് അയാളുമായിട്ടായി. എടി, നീ എന്തായി പറയുന്നേ? ഗുണശേഖരനുമായിട്ട് ഇവിടുത്തെ വലിയ ആളുകൾ പോലും മുട്ടാൻ നിൽക്കില്ല. വിവേക് ഞങ്ങൾ അയാൾക്ക് പലിശ കൊണ്ട് കൊടുത്തതാ. 2 ദിവസം ആയിട്ടേ ഉള്ളൂ. പക്ഷെ
പിന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ശരി, എത്രയും പെട്ടെന്ന് ആ ഇടപാട് അങ്ങ് ക്ലോസ് ചെയ്യണം. അവനുമായിട്ട് ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ആകെ നാണക്കേടാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പോകാതിരുന്ന അയാളുടെ ആളുകൾ പിന്നെയും വരും. ചെന്നിട്ട് കാര്യം എന്തെന്ന് ചോദിക്കേ. ആരതി, ഇനിയെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ അവരെ കുറിച്ച് എനിക്കെങ്കിലും അറിയാവുന്ന അഡ്വൈസ് ചോദിക്കണം. പറ്റിപ്പോയി, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോ നന്ദിനി, ഒരു പ്രശ്നമുണ്ട്. എന്തോ പറ്റി? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരെങ്കിലും? അതൊന്നുമല്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലാനോ? ആരതി, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കറിയില്ല, ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ടെൻഷനാ. ഇനിയിപ്പൊ ഇതെന്താണാവോ? പോവാതിരുന്ന അവര് വീണ്ടും വരും. പോകുന്നതാ നല്ലത്. ആരതി, ഇവിടെ വല്ലാത്ത പ്രശ്നാ. ഇതിനിടയിൽ നിന്ന് അതിനു വേണ്ടിയും കൂടി ഇറങ്ങാന്ന് പറഞ്ഞാല് എങ്ങനെയെങ്കിലും നീ വന്നേ പറ്റൂ. ഞാൻ നോക്കട്ടെ. പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ പറ്റുമല്ലേ? നമുക്ക് നോക്കാം. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. മനസ്സിനെന്തോ വല്ലാത്തൊരു ഭാരം പോലെ. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഗുണകത്തുണ്ട്, ചെല്ല്.